ആരും അറിയാത്ത രീതിയിൽ വീണ്ടും ഇത് കരിമനത്തോട്ടിലേക്ക് ഒഴുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കക്കൂസ് മാലിന്യം കലർന്ന മലിനജലം കരിമ്പനത്തോട്ടിലേക്ക് ഒഴുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. UDF RMI പ്രവർത്തകരും കൗൺസിലർമാരും നാട്ടുകാരും ചേർന്ന് പ്രവൃത്തി തടഞ്ഞു. കഴിഞ്ഞ ദിവസം ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കുഴിയെടുത്തപ്പോഴാണ് കക്കൂസ് മാലിന്യം ഒഴുകിയെത്തുന്നതായി കണ്ടത്. തുടർന്ന് പ്രവൃത്തി നിർത്തിവച്ചിരുന്നു. കരിമലപ്പാലത്തുള്ള ആൾക്കാരോട് തീട്ടവെള്ളം കൊടുപ്പിക്കുന്ന ഉച്ച മുതൽ അടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതിങ്ങനെ വന്നോണ്ട് ഉച്ച മുതൽ അടിക്കാൻ തുടങ്ങിയായിരുന്നു. വരുന്നുണ്ടാ നമുക്ക് ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഞാൻ മുനിസിപ്പാലിറ്റിയിലുള്ള ആളല്ലേ, ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി വ്യാപാരി ലോകം കൂടിയിട്ട് ഒരു പ്രതിഷേധം അതിങ്ങൾ ഓരോട് പറയാം. അതിന്റെ ഉത്തരവാദിത്തം വ്യാപാരിയാ, അതിന്റെ ഉത്തരവാദിത്തം അതല്ലാതെ അതിന്റെ പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള പൊതു ശൗചാലയത്തിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഈ വഴി വഴി പോകുന്നതായിട്ട് വാഗടിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇവിടെ ഈ ഹൈവേ നിർമ്മാണം സ്തംഭിക്കുകയും ചെയ്ത സാഹചര്യമായിരുന്നു. ചെയർമാനും അതുപോലെ വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്ഥലം സന്ദർശിച്ച് ഈ വെള്ളം സെറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ ധാരണയില്ലാതാണ്. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ആരും അറിയാത്ത രീതിയിൽ വീണ്ടും ഇത് കരിമനത്തോട്ടിലേക്ക് ഒഴുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ കൗൺസിലർമാരും നാട്ടുകാരും ഒക്കെ ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചിട്ട് വന്നിട്ടില്ല. ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് അനുകൂലമായ, അതായത് ഇത് കരിമനത്തോട്ടിലേക്ക് ഒഴുക്കുന്നവർക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള നിലപാടാണ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത്. ഈ നിലപാടിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വരും കാലങ്ങളിൽ വലിയ ഒരു പ്രക്ഷോഭം തന്നെ ഇതിനെതിരെ ഞങ്ങൾ നീക്കും. പ്രവൃത്തി വൈകുന്ന സാഹചര്യത്തിൽ നിർമ്മാണ തൊഴിലാളികൾ വലിയ മോട്ടോറും പൈപ്പും എത്തിച്ച വെള്ളം കുഴിയിൽ നിന്നും പമ്പ് ചെയ്ത് കരിമ്പനത്തോട്ടിലേക്ക് ഒഴുക്കുകയായിരുന്നു. ഇതറിഞ്ഞാണ് ആളുകൾ എത്തിയത്. തുടർന്ന് വെള്ളം ഒഴുകുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടു. തൊഴിലാളികൾ തയ്യാറായില്ല. UDF പ്രവർത്തകർ മോട്ടോർ ഓഫ് ചെയ്തു. വിവരമറിഞ്ഞ പോലീസും സ്ഥലത്തെത്തി. മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാം ഇത് റെഡിക്ക് തിങ്കളാഴ്ച മുതലെല്ലാം റെഡിയാക്കി വരുന്ന അവർ പറഞ്ഞ് എല്ലാം ഇതും ബ്ലോക്കാക്കിയിട്ട് തിങ്കളാഴ്ച തന്നെ എല്ലാ പരിപാടിയും നോക്കുന്നതാണെന്നാണ് മുനിസിപ്പാലിറ്റിയിൽ ഇടപെട്ടത്. അത് നിർത്തിവെക്കാനെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിർത്തിവെച്ചിട്ട് അതെല്ലാം എവിടുന്നല്ല എന്നുള്ളത് കറക്റ്റ് പരിശോധിച്ചിട്ട് തിങ്കളാഴ്ച മുതലെല്ലാം റെഡിയാക്കുന്ന പറഞ്ഞത്. നമ്മളിപ്പം ഇവിടെയുള്ള സമീപവാസികൾ വിളിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. എത്തിയ സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മലിനജലം ഇവിടെയുള്ള കരിമ്പനത്തോട്ടിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഇവിടെ പമ്പ് ചെയ്യുന്ന ജീവനക്കാരനോട് പറഞ്ഞ് ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളിത് ഓഫ് ചെയ്യിക്കും എന്നുള്ളത് പറഞ്ഞ് അവർ ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞങ്ങളാണ് അത് ഓഫ് ചെയ്തത്. അപ്പോൾ ആളുകൾ കൂടിയ സമയത്താണെങ്കിൽ അയാളിത് സംഗതി മനസ്സിലാക്കിയിട്ട് അതെടുത്തു പോകാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സംഗതി നടത്തിയിട്ടില്ല ഞങ്ങൾ എന്നുള്ള വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മോട്ടറും ഇതൊക്കെ എടുത്തു പോകാൻ നോക്കുമ്പോൾ നാട്ടുകാരും എല്ലാവരും കൂടെ ഇവിടെ തടഞ്ഞു വെച്ചിട്ടായിരുന്നുണ്ടായിരുന്നത്. നമ്മൾ മുനിസിപ്പാലിറ്റിയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇത്രയും സമയമായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുകയും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. ആ സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്നുള്ള വെള്ളം സെറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് വിടാമെന്നുള്ളതായിരുന്നു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നുള്ളത്. ഇപ്പോഴും ഈ മലിനജലം തന്നെയാണ് ഈ കരിമ്പനത്തോട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്.